السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരന്മാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏറ്റവും മഹത്വമേറിയ രണ്ട് ദിക്റുകൾ. ഈ ദിക്ർ നമ്മൾക്ക് പല അത്ഭുതങ്ങളും ഇത് കാരണമായി നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. തന്നെയല്ല, മഹത്തായ ഇസ്മുൽ ആളം വ്യക്തമാക്കി തരുന്ന ഒരു ദിക്റും കൂടെയാണ് ഇത്. നമ്മൾ രാവിലെയും വൈകുന്നേരത്തെ പതിവാക്കുകയാണെങ്കിൽ ദുന്യാവും ആഖിറവും നമ്മൾക്ക് എളുപ്പമായി കാണും. സുഹൃത്തുക്കളെ, മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാകുന്ന ആളുകൾ മുഴുവൻ യഥാർത്ഥത്തിൽ മുത്തഖിയായിക്കൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലാതെ, അള്ളാഹുവിൻ്റെ ദിക്ർ ചെല്ലാതെ ഈ ലോകത്ത് ഒരൊറ്റ വസ്തുക്കളുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പാർട്സുകളും റബ്ബുൽ ഇസ്സത്തായ മാലിക്കുൽ മുലൂക്കായ ഖാലിഖായ ഉടമസ്ഥനായ റബ്ബിനെ അനുസരിക്കുകയും ആ റബ്ബിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് നാം അറിയുന്നില്ല എന്നുള്ളതാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. യുസബ്ബിഹു ലില്ലാഹി, അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മാഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമിയുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ അത്, ആകാശഭൂമിയുള്ളത് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലഹുൽ മുൽക്കു അവനാണ് ആധിപത്യം, അവനാണ് അധികാരം. വലഹുൽ ഹംദു, അവനാണ് സകല സ്തുതിയും. ഹംദിന്റെ ഉടമ അല്ലാഹ് മാത്രമാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ വസ്തുക്കളുടെ മേലും അവൻ അങ്ങേയറ്റം കഴിവുള്ളവൻ. എല്ലാ വസ്തുക്കളുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ മുടിയും ഓരോ പാർട്സും ഓരോ അവയവങ്ങളും ഓരോ ജീനുകളും റബ്ബുൽ ഇസ്സത്തിന് അനുസരിക്കുകയും തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഒന്നും നമ്മൾക്ക് അനുസരിക്കുന്നില്ല, ഇതെല്ലാം അല്ലാഹു മാലിക്കുൽ മുലൂക്കായ റബ്ബിന് അനുസരിക്കുന്നു. അതാണ് പറഞ്ഞത് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, ലഹുൽ മുൽക്കു അവനാണ് ആധിപത്യം. ആലോചിച്ച് നോക്കി, പല പ്രാവശ്യം നമ്മൾ ഉദാഹരണം പറഞ്ഞതാണ്. ഞാൻ എൻ്റെ വികാരങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിലുള്ള ഓരോ പാർട്സുകളും ഇന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ എനിക്കൊരു യുവാവായി നിൽക്കണം എന്നാണ്. നടക്കുന്നില്ല. കാരണം എന്താണ്? നിയന്ത്രിക്കുന്നത് അള്ളയാണ്. ഇത് നോക്കുക നിങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ വെള്ളയായി വന്ന മുടികളൊക്കെ. അതെന്തുകൊണ്ട്? ഒരു മുടി പോലും എൻ്റെ നിയന്ത്രണത്തിലില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കുന്നവൻ അല്ല. ഇത് മനസ്സിലാക്കലാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബുൽ ഇസ്സത്തിന്റെ ദർബാറിലേക്ക് നമ്മൾ കൈയുയർത്തുകയാണെങ്കിൽ തീർച്ചയായും അവൻ അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അപ്പം ഞാൻ ആ ദിക്റ് പറഞ്ഞോട്ടെ. ഇങ്ങനെ നമ്മൾ ദിക്ർ ചൊല്ലിയാൽ എന്താ പറയുക, ഒരുപാട് നേട്ടങ്ങൾ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിക്കിട്ടും. ദുന്യാവും ആഖിറത്തിലും നമ്മൾക്ക് വിജയിക്കാം. തന്നെയല്ല, മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഞാനിതിൽ എഴുതി വിടുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം 100 തവണ ഒരു ദിവസം ഒരു മനുഷ്യൻ ചെല്ലുകയാണെങ്കിൽ അവൻ്റെ എല്ലാ പാപങ്ങളും റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കും. എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പുറകോട്ട് ഓടിയവരൊന്ന് പൊറുക്കുകയില്ല. ഇത് അല്ലാഹു തആല അവൻ്റെ പുറത്തു കൊടുക്കുമെന്ന് പറയുന്നു. അത്രയും മഹത്വമേറിയ ഒരു ദിക്റാണ്. എന്താണ്? ഇതിനാണ് ഇസ്മുൽ ആളം ഉൾപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 2-3 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസിയിൽ പറഞ്ഞു.
അതുപോലെ തന്നെ സൂറത്ത് ആലി ഇമ്രാന്റെ ആയത്തിന് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതുപോലെ തന്നെ സൂറത്ത് ത്വാഹ 111 ആയത്തിൽ കാണാം ഹയ്യുൽ ഖയ്യൂമിന് വാനത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞിട്ട് ആയത്തിൽ. അപ്പൊ ഇതിലാണ് ഇസ്മുല്ലാഹും മഹത്തായ ഇസ്മുല്ലാഹും ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഏറ്റവും മഹത്വമറിയ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനല്ലാതെ ഹയ്യുൽ ഖയ്യൂമായ അല്ലാതെ ഒരു ഇലാഹില്ല. അങ്ങനത്തെ റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം 100 പ്രാവശ്യം നമ്മൾക്ക് പറയാം. അതുപോലത്തെ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ 100 പ്രാവശ്യം ചൊല്ലുക. ഇതിങ്ങനെ ചൊല്ലുമ്പോൾ ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. ഈ ഒരു ഭാഗമായി മാറുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. യമൂത്തുൽ ഇൻസാനു അലാമ ആശ അലൈഹിന, ഏതൊന്നിൻ്റെ മേലിലാണ് ഒരു മനുഷ്യൻ പതിവാക്കി ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ മേലിലാണ് മനുഷ്യൻ മരിക്കുമെന്നുള്ളതാണ്. ഒരു ദോഷിയായ മനുഷ്യനാണെങ്കിൽ ആ ദോഷത്തിൻ്റെ മേലിലാണ് അവൻ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുവരിക. നേരെ മറിച്ച് നല്ല കാര്യങ്ങൾ പതിവാക്കുന്നവൻ അതിൻ്റെ മേലിൽ വിട്ടുവരികയും യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. മോമിനീങ്ങളായ ആളുകളുടെ വാക്ക് ദുനിയാവിൽ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തും, ആഖിറത്തിലും അല്ലാഹു തആല സ്ഥിരപ്പെടുത്തും. ഇവിടെ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യമുണ്ട്. ഖബറിലെ ഹിസാബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകാനുള്ള അവസരം സംജാതമാക്കും. ആഖിറത്തിൽ ഹിസാബിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വ്യക്തമാക്കി തരും. ഹസനാത്ത് അവനെ യാസ്തിയാക്കും. അപ്പോൾ ഈ 2 ദിക്റുകളാണ് ഇന്ന് നമുക്ക് പ്രതിപാദിച്ചത്. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് 2 ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചിരുന്നു. ഞാൻ കൂടെ വാതൂബു ഇലൈഹി കൂടി കൂട്ടാണെങ്കിൽ വളരെ നല്ലത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും മാത്രം ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചെങ്കിൽ നമ്മൾ എത്രമാത്രം അധികരിപ്പിക്കണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയാണ് മഹാന്മാരായ മുഫസ്സിറുകളും അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. അപ്പം നമ്മുടെ ഈ 2 ദിക്റുകൾ, ഒന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ 2 ദിക്ർ നമ്മൾ ദായിമാക്കാൻ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ഉന്നതകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും റബ്ബുൽ ഇസ്സത്ത് വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.